നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ലഭിക്കൂ. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പുകൾ പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിലും വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ മനസ്സാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ സാധിക്കണം. മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത്. മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയതാണ്. നിങ്ങളെ അറിയുന്നവർ പലവരും ഉണ്ടാകും. പക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്നവർ വളരെ കുറച്ചു പേർ മാത്രമേ കാണുകയുള്ളൂ. ഈ ലോകത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മറ്റാരേക്കാളും യോഗ്യതയുള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയും പരാജയത്തിൽ അമിതമായി നിരാശിക്കുകയോ ചെയ്യേണ്ടതില്ല. ഒരു വിജയം നമ്മളെ മറ്റൊരു വിജയത്തിലേക്ക് നയിക്കുമ്പോൾ ഇടയ്ക്കൊരു തടസ്സം സ്വാഭാവികമാണ്. ജീവിതത്തിൽ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിന് നമ്മൾ തയ്യാറാകണം. താൻ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ്. ജീവിതത്തിൻ്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാവില്ല എന്നതുപോലെയാണ് പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലേക്ക് എത്താനാകില്ല. ലക്ഷ്യമുണ്ടായിരിക്കുക, പ്രലോഭനങ്ങളിൽ വഴുതി വീഴാതിരിക്കുക. ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിനുള്ള പ്രായോഗിക പദ്ധതിയും ഉണ്ടായിരിക്കുക. വിജയത്തിൻ്റെ ശരിക്കുമുള്ള അർത്ഥം മനസ്സിലാക്കാത്തവരാണ് വിജയത്തിനു വേണ്ടി എളുപ്പവഴിയിൽ സഞ്ചരിക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ച് ചെയ്യാതെ വിജയം മാത്രം ലക്ഷ്യമാക്കി ചെയ്താൽ വിജയം നേടാൻ ഏറെ പ്രയാസം തന്നെയാണ്. സ്വന്തം കഴിവ് പുലർത്തിക്കൊണ്ട് ചെയ്യുന്നത് സന്തോഷമായി ചെയ്തുകൊണ്ടിരുന്നാൽ വിജയം എന്ന് പറയുന്നത് ഒരു ഓമന കുഞ്ഞായി നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തുക തന്നെ ചെയ്യും. നമ്മൾ ആരും പൂർണ്ണരുമല്ല, എല്ലാം തികഞ്ഞവരുമല്ല എന്ന തിരിച്ചറിവാണ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. കഠിനാധ്വാനം ചെയ്ത് വിജയത്തിലേക്ക് എത്തിയാലും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. നമ്മുടെ സന്തോഷം കെടുത്താൻ വന്ന പാഴ്വാക്കുകളായി മാത്രം അവയെ നാം കാണുക. ഏറ്റവും മോശമായ സാഹചര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലെ ശക്തനായ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അവരാണ്. Thank you for watching. Please support and subscribe.